ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ ആരെങ്കിലും കൂടുതലായിട്ട് സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചൊരു അകലം പാലിച്ചേട്ടോ. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഈ സ്നേഹിയും വിശ്വാസം കൊണ്ട് ഞാൻ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ പണികളൊന്നും ചെറുതല്ല കേട്ടോ. അത് കാരണമാണ് ഞാനിപ്പോൾ ഓരോരോ നിമിഷവും വേദനിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതൊന്നും ഒരു ഇതല്ലെന്നറിയാം. ഞാൻ ഈ വേദനിക്കുന്നതൊന്നും ഒരു സൊല്യൂഷനും അല്ലാന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ അത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തെടുത്ത് നമുക്ക് കിട്ടുന്നത് വലിയൊരു മുറിവാണെങ്കിൽ അതും നമ്മൾ നെഞ്ഞ് കീറി മുറിക്കുന്ന വേദന നമുക്ക് തന്നിനെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലോ. അതും എൻ്റെ ഉപ്പാനേക്കാൾ ഞാൻ സ്നേഹിച്ച ആൾക്കാരുടെ അടുത്ത് നിന്നാട്ടോ എനിക്ക് അത്രയും നല്ല പണികളൊക്കെ കിട്ടിയിട്ടുണ്ടായത്. സ്നേഹിച്ച് കൂടെ നിന്ന് കൈമലുള്ളതൊക്കെ കൈക്കലാക്കിയതിന് ശേഷം നമ്മൾ ഒരു പുല്ല് പറിച്ച് കളയുന്ന പോലെ വലിച്ചെറിയുന്ന ടൈം ഉണ്ടാവുന്ന വേദന ഒന്ന് ഓർത്ത് നോക്കിയേ. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഓരോരോ കാര്യവും ഇപ്പോൾ ഓരോ നിമിഷവും അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ അത്രയും വലുതാട്ടോ. ഇൻഷാ അല്ലാഹ് പടച്ചോനുള്ളെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് കൊടുക്കേണ്ടത് എന്തായാലും പടച്ചോൻ കൊടുക്കും. തിരിച്ച് അത്രയ്ക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിന് കേട്ടോ. അത്രയും ഞാൻ കരഞ്ഞിട്ടുണ്ടായിന്. അതും എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായ ടൈം പോലും ഞാൻ അത്രയും സങ്കടപ്പെടുകയും അത്രയും എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചൊരു ടൈം എൻ്റെ ലൈഫിൽ ഉണ്ടായിന് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചോൻ അവർക്ക് എന്തായാലും ഒരു തിരിച്ചടി കൊടുക്കാണ്ടിരിക്കില്ലല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്, കൂടുതലായിട്ട് നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു അകലം പാലിച്ചേട്ടാ. പിന്നീട് നമുക്ക് അവരിൽ നിന്നുണ്ടാവുന്ന